നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ബാങ്കിംഗ് പ്രവർത്തനം നിർത്തിവെച്ച തൊടുപുഴ അർബൻ ബാങ്ക് ഇനിയും തുറന്നു പ്രവർത്തിക്കാൻ കഴിയാത്തത് ബാങ്ക് ചെയർമാൻ VV മത്തായിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ അഴിമതിയും കെടുകാര്യസ്ഥതയും മൂലമാണെന്ന് UDF നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. കോതമംഗലം നിയോജക മണ്ഡലത്തിലെ മനുഷ്യ വന്യമൃഗ സംഘർഷം ലഘൂകരിക്കുന്നതിന് വനംവകുപ്പ് നിരവധി പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരുന്നതായി മന്ത്രി AK ശശീന്ദ്രൻ. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ അർദ്ധവാർഷിക സമ്മേളനം അശ്വമേധം കൂത്താട്ടുകുളം ബ്രായോ കൺവെൻഷൻ പാർക്കിൽ നടന്നു. ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻ പിള്ള കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തു. മുള്ളരിങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 പ്രവേശനോത്സവം നടത്തി. വണ്ടപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു MA ഉപഹാരങ്ങൾ നൽകി. തൊടുപുഴയിൽ CPI മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വഴുത്തല ഭാസ്കരൻ അനുസ്മരണം നടത്തി. തൊടുപുഴ ടൗൺ ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം കൃഷി മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. റിസർവ് ബാങ്കിന്റെ നിർദ്ദേശപ്രകാരം 2022 ഫെബ്രുവരി മുതൽ ബാങ്കിംഗ് പ്രവർത്തനം നിർത്തിവെച്ച തൊടുപുഴ അർബൻ ബാങ്ക് ഇനിയും തുറന്നു പ്രവർത്തിക്കാൻ കഴിയാത്തത് ബാങ്ക് ചെയർമാൻ VV മത്തായിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ അഴിമതിയും കെടുകാര്യസ്ഥതയും മൂലമാണെന്ന് UDF നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ബാങ്ക് പ്രവർത്തനം പുനരാരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 26 മുതൽ ജൂലൈ 3 വരെ ജനകീയ കൺവെൻഷനുകളും ജൂലൈ 2 മുതൽ ഓഗസ്റ്റ് 6 വരെ ബാങ്കിന്റെ ബ്രാഞ്ചുകളുടെ മുന്നിൽ തുടർ സമരങ്ങളും നടത്തും. റിസർവ് ബാങ്കിന്റെ നിർദ്ദേശപ്രകാരം 2022 ഫെബ്രുവരി മുതൽ ബാങ്കിംഗ് പ്രവർത്തനം നിർത്തിവെച്ച തൊടുപുഴ അർബൻ ബാങ്ക് ഇനിയും തുറന്നു പ്രവർത്തിക്കാൻ കഴിയാത്തത് ബാങ്ക് ചെയർമാൻ VV മത്തായിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ അഴിമതിയും കെടുകാര്യസ്ഥതയും മൂലമാണെന്ന് UDF നേതാക്കളായ കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, UDF തൊടുപുഴ നിയോജകമണ്ഡലം ചെയർമാൻ AM ഹാരിദ്, കൺവീനർ NA ബെന്നി, സെക്രട്ടറി അഡ്വക്കേറ്റ് ജോസി ജേക്കബ്, M മോനിച്ചൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ബാങ്കില് ഈ പ്രതിസന്ധി ഉണ്ടായതിന് പ്രധാനപ്പെട്ട കാരണം വായ്പ നൽകിയിട്ടുള്ള വ്യക്തികൾക്ക് അവർ നൽകിയിട്ടുള്ള ഈട് വസ്തുവിന്റെ വാല്യുവേഷനുമായി അവരെടുത്തിട്ടുള്ള വായ്പയ്ക്ക് യാതൊരു ഒരു പ്രൊപ്പോർഷൻ ഇല്ല. അതായത് എടുത്ത വായ്പയേക്കാൾ കുറഞ്ഞ നിരക്കിലുള്ള വാല്യുവേഷനുള്ള ഭൂമിയാണ് കുറെ അധികം കേസുകളിൽ ഈട് വെച്ചിട്ടുള്ളത്. അതിന് ഫലമായി ഇത് റിക്കവറിക്ക് ചെല്ലുമ്പോൾ 2 കോടി രൂപ കൊടുത്തിട്ടുള്ള വായ്പക്കാരന് ഒരു 2 കോടി അല്ലെങ്കിൽ 1.5 കോടിയോ പലിശ കൂട്ടി വരുമ്പോഴത്തേക്ക് 3-3.5 കോടിയോ 4 കോടിയോ ആകുമ്പോൾ ആ 4 കോടി റിക്കവറിക്ക് ചെല്ലുമ്പോൾ ആകെ കിട്ടിയിട്ടുള്ള 50 ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ 25 ലക്ഷം രൂപയുടെ ഭൂമിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുന്നത്? അവർക്ക് ബാങ്ക് ലോൺ തിരിച്ചടയ്ക്കേണ്ട കാര്യമില്ല. കാരണം വളരെ തുച്ഛമായിട്ടുള്ള വിലയുള്ള ഭൂമി നഷ്ടപ്പെട്ടാലും ഈ 4 കോടി രൂപ ഒരിടത്തുനിന്ന് ഈടാക്കിയെടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഇങ്ങനെ നിരവധി കേസുകൾ വന്നു. വായ്പയുടെയും അതായത് റിക്കവറിയുടെയും അനുപാതത്തിൽ കാതലായി കുറവ് വന്നതിനെ തുടർന്നാണ് റിസർവ് ബാങ്ക് ഇടപെട്ട് ബാങ്ക് അടച്ചത്. ഇപ്പോൾ ഈ സ്ഥിതി ഇപ്പോഴും തുടരുകയാണ്. ഇടയ്ക്ക് അവിടെ ഒരു മാനേജിംഗ് ഡയറക്ടർ ഉണ്ടായിരുന്നു. ആ മാനേജിംഗ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ കുറേയേറെ റിക്കവറിക്കുള്ള ശ്രമങ്ങൾ നടത്തി കുറേ പണം കിട്ടുകയും ചെയ്തു. പക്ഷേ അതിന് കുറേ നടപടിക്രമങ്ങളുണ്ടായി. പല പ്രാവശ്യം ഭൂമിയുടെ വില വീണ്ടും കുറച്ചിട്ട് ലേലം ചെയ്യുന്നതിനുള്ള നടപടി ഉണ്ടായി. ആ ലേലം ചെയ്തതിന് ശേഷവും ആരും എടുത്തില്ലെങ്കിൽ വീണ്ടും ബാങ്ക് ഭരണസമിതിക്ക് അതിന്റെ ഉടമസ്ഥരുമായി നെഗോഷിയേറ്റ് ചെയ്ത് വില നിശ്ചയിക്കാനുള്ള ഒരു അധികാരം റിസർവ് ബാങ്ക് കൊടുത്തു. അതിന്റെ പേരിലൊക്കെ നടത്തിയിട്ടുള്ള നെഗോസിയേഷൻസിന്റെ പേരിൽ കിട്ടിയ പണത്തിൽ നിന്ന് ബാങ്കിന്റെ ചെയർമാൻ ശ്രീ VV മത്തായി CPMന്റെ നേതാവാണ്. അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് അവിടുത്തെ ജീവനക്കാരുടെ അക്കൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ബാങ്കിന്റെ അക്കൗണ്ടിൽ നിന്ന് 8 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത ഒരു സംഭവം ഉണ്ടായി. അങ്ങനെ 8 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തതിനെ സംബന്ധിച്ച് പരാതി വന്നു. പരാതി റിസർവ് ബാങ്ക് അന്വേഷിച്ചു. അതിൽ വാസ്തവമുണ്ടെന്ന് കണ്ടെത്തി. ഈ CPMന്റെ ഒരു നിർബന്ധ ബുദ്ധി, അതായത് റിസർവ് ബാങ്കിന്റെ ഡയറക്ഷൻസിന് കംപ്ലൈന്റ് ചെയ്യല,
മറുപടി കൊടുക്കില്ല എന്നുള്ള CPM-ന്റെ ധാർഷ്ട്യമാണ് യഥാർത്ഥത്തിൽ ഈ വിഷയം വളരെ ഗൗരവത്തിലേക്ക് ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് ഒരു നയം മാറ്റണം. അവര് ഇതിനെ സംബന്ധിച്ച് റിസർവ് ബാങ്കുമായിട്ട് സഹകരിച്ച് ഇതെങ്ങനെയെങ്കിലും തുറന്നു കൊടുക്കാൻ ആവശ്യത്തിന് പണം ഉണ്ടെങ്കിൽ ആ പണം എടുത്ത് ഡിപ്പോസിറ്റുകാർക്ക് തിരിച്ചു കൊടുക്കാൻ ഉള്ള സംവിധാനമെങ്കിലും മിനിമം തോതിൽ നടത്താനുള്ള നടപടി ഈ ഒരു ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് നമുക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. ബാങ്ക് പ്രവർത്തനം പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 26 മുതൽ ജൂലൈ 3 വരെ ജനകീയ കൺവെൻഷനുകളും ജൂലൈ 2 മുതൽ ഓഗസ്റ്റ് 6 വരെ ബാങ്കിന്റെ ബ്രാഞ്ചുകളുടെ മുമ്പിൽ തുടർ സമരങ്ങളും നടത്തും. ബാങ്ക് തുറന്നു പ്രവർത്തിക്കാൻ റിസർവ് ബാങ്ക് നിർദ്ദേശിച്ച നിബന്ധനകൾ പാലിച്ചാൽ ചെയർമാൻ VV മത്തായിയുടെ പേരിലും ക്രമക്കേട് നടത്തിയ CPM അനുഭാവികളായ ചില ബാങ്ക് ജീവനക്കാരുടെ പേരിലും നടപടിയെടുക്കേണ്ടി വരും എന്നതിനാൽ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ കൂട്ടാക്കാത്തതാണ് ബാങ്ക് തുറന്നു പ്രവർത്തിക്കുന്നതിന് ഇപ്പോൾ തടസ്സമായിട്ടുള്ളത്. ബാങ്ക് ചെയർമാൻ മത്തായിയുടെ സ്വകാര്യ അക്കൗണ്ടിലേക്ക് ബാങ്ക് ജീവനക്കാരി അനധികൃതമായി 8 ലക്ഷം രൂപ നിക്ഷേപിച്ച് അഴിമതി നടത്തിയത് സംബന്ധിച്ച് വിശദീകരണം നൽകുക, ബാങ്ക് ജീവനക്കാരിയുടെ പേരിൽ നടപടി സ്വീകരിക്കുക, ബാങ്കിൽ വായ്പയ്ക്കായി ഈട് നൽകിയ വസ്തുവിന്റെ ആധാരം തിരികെ നൽകുകയും ഈടില്ലാതെ തന്നെ വായ്പ അനുവദിക്കാൻ റിപ്പോർട്ട് നൽകിയ ജീവനക്കാരുടെ പേരിൽ നടപടി സ്വീകരിക്കുക, അസാധുവാക്കിയ വിൽപത്രത്തിന്റെ ഈടിന്മേൽ നൽകിയ 3 കോടി രൂപയുടെ വായ്പയും പലിശയും സഹിതം 6 കോടി രൂപ ബാങ്കിന് നഷ്ടപ്പെടുത്താൻ നേതൃത്വം നൽകിയ ജീവനക്കാരുടെ പേരിൽ നടപടി സ്വീകരിക്കുക തുടങ്ങിയവയാണ് റിസർവ് ബാങ്ക് നിർദ്ദേശങ്ങൾ. ഇവ മനഃപൂർവ്വം നടപ്പിലാക്കാതെയും റിസർവ് ബാങ്ക് ആവശ്യപ്പെട്ട റിപ്പോർട്ടുകൾ പോലും നൽകാൻ തയ്യാറാകാത്തതുമാണ് ബാങ്ക് വീണ്ടും തുറന്നു പ്രവർത്തിക്കാൻ അനുവാദം ലഭിക്കാത്തത്. വായ്പാ കുടിശ്ശിക ഈടാക്കുന്നതിന് ഈടുവസ്തുക്കളുടെ ലേലവും വിൽപ്പനയും നടത്തുന്നതിലും വൻ അഴിമതിയാണ് നടക്കുന്നത്. 3 ഘട്ടങ്ങളിലായി 10% വീതം വില കുറിച്ച് ലേലം നടത്തിയിട്ടും വിറ്റുപോകാത്ത വസ്തുക്കൾ നെഗോഷിയേറ്റ് ചെയ്ത് വിൽപ്പന നടത്തുന്നതിലും വൻ അഴിമതിയാണ് നടത്തുന്നത്. 23.5 കോടി രൂപ ഈടാക്കേണ്ട 19 ഈടുവെച്ച വസ്തുക്കൾ 9 കോടിക്കാണ് ലേലം ചെയ്യാൻ പത്രപരസ്യം നൽകിയിട്ടുള്ളത്. ഇതിൽ നിന്ന് തന്നെ ബാങ്കിനുണ്ടാവുന്ന നഷ്ടം വ്യക്തമാണ്. കരുവന്നൂരിലെ പോലെ വൻ അഴിമതിയാണ് ബാങ്കിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. റിസർവ് ബാങ്ക് നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ച ബാങ്ക് ജനറൽ മാനേജർ ഭരണസമിതി സമ്മർദ്ദം മൂലം രാജിവെച്ചൊഴിയേണ്ട ഗതികേടിലുമായി. ഇപ്രകാരമുള്ള നടപടികൾ മൂലം നിലവിലുള്ള CPM നേതൃത്വത്തിലുള്ള ഭരണസമിതിയിൽ റിസർവ് ബാങ്കിനും ബാങ്ക് അംഗങ്ങൾക്കും വിശ്വാസം നഷ്ടപ്പെട്ട പശ്ചാത്തലത്തിൽ ചെയർമാനും ഭരണസമിതി അംഗങ്ങളും രാജിവെച്ചൊഴിഞ്ഞ് ബാങ്കിനെ രക്ഷപ്പെടുത്തണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. ബാങ്ക് ഭരണസമിതിയിലെ CPI, കേരള കോൺഗ്രസ് എം അംഗങ്ങൾ CPM-ന്റെ തടവറയിൽ നിന്നും പുറത്തുവന്ന് ബാങ്കിനെ രക്ഷപ്പെടുത്താൻ സ്വതന്ത്രമായും ധീരമായും നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കോതമംഗലം നിയോജക മണ്ഡലത്തിലെ മനുഷ്യ വന്യമൃഗ സംഘർഷം ലഘൂകരിക്കുന്നതിന് വനം വകുപ്പ് നിരവധി പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരുന്നതായി മന്ത്രി AK ശശീന്ദ്രൻ നിയമസഭയിൽ അറിയിച്ചു. ആന്റണി ജോൺ MLA-യുടെ സബ്മിഷൻ മറുപടിയായിട്ടാണ് നിയമസഭയിൽ മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. കോതമംഗലം നിയോജക മണ്ഡലത്തിലെ മനുഷ്യ വന്യമൃഗ സംഘർഷം ലഘൂകരിക്കുന്നതിന് വനം വകുപ്പ് നിരവധി പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരുന്നതായി മന്ത്രി AK ശശീന്ദ്രൻ നിയമസഭയിൽ അറിയിച്ചു. ആന്റണി ജോൺ MLA-യുടെ സബ്മിഷന് മറുപടിയായിട്ടാണ് നിയമസഭയിൽ മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഈ സാഹചര്യങ്ങൾ പരിഗണിച്ച് RRTകൾ അനുവദിച്ചിട്ടുണ്ട്. ശബ്ദവും വെളിച്ചവും ഉപയോഗിച്ച് കാട്ടിലേക്ക് തുടങ്ങിയ ഇലക്ട്രിക് അലാറം സിസ്റ്റം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. കൂടുതൽ വാച്ചർമാരെ നിയോഗിച്ചിട്ടുണ്ട്. നാളിതുവരെ കേരളത്തിൽ നടപ്പിലാക്കാത്ത വിധത്തിലുള്ളൊരു പുതിയ പദ്ധതി കൃഷി വകുപ്പുമായി സഹകരിച്ചുകൊണ്ട് RKVY പദ്ധതിയിലെ ഫണ്ട് ഉപയോഗിച്ച് 12 കിലോമീറ്റർ ദൂരത്തിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനും കുട്ടമ്പുഴ, കവളങ്ങാട് പഞ്ചായത്തുകളിലായി മുത്തനാമുടി, ആനന്ദമുടി, വെളിയത്തുപറമ്പ് ഭാഗങ്ങളിൽ 8 കിലോമീറ്റർ ആനക്കിടങ്ങും 9.25 കിലോമീറ്റർ സോളാർ തൂക്കിൽ നിർമ്മിക്കുന്നതിനും ഇതിനകം തന്നെ ടെൻഡർ വിളിച്ച് അനുവാദം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ മലയാറ്റൂർ ഡിവിഷന് കീഴിൽ 28 ലക്ഷം രൂപ വിനിയോഗിച്ചുകൊണ്ട് 11 കിലോമീറ്റർ തൂക്കുവേലി നിർമ്മിച്ചു കഴിഞ്ഞു. ഞാനിത് എല്ലാ കാര്യങ്ങളും കൂടെ പറയാൻ സമയമെടുക്കുന്നില്ല. ഇത് ഞാൻ മേശപ്പുറത്ത് വെക്കുകയാണ്. മണ്ഡലത്തിലെ കോട്ടപ്പടി, കീരമ്പാറ, പിണ്ടിമന, കുട്ടമ്പുഴ, കവളങ്ങാട് എന്നീ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ അതിരൂക്ഷമായ വന്യമൃഗ ആക്രമണമാണ് നിലനിൽക്കുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും ഇതുവരെ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഇല്ലാതിരുന്ന പ്രദേശങ്ങളിലേക്ക് വന്യമൃഗ ആക്രമണം ഉണ്ടായി വരുന്ന സാഹചര്യമാണുള്ളത്. രാപ്പകൽ വ്യത്യാസമില്ലാതെ വന്യമൃഗ ആക്രമണ സാധ്യത നിലനിൽക്കുകയാണ്. ആന, കാട്ടുപോത്ത്, മ്ലാവ് തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ 9 ജീവനുകളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. നിരവധി ആളുകൾക്ക് വന്യജീവി ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കുകളും ഏറ്റിട്ടുണ്ട്. അതിൽ വനം വകുപ്പ് വാച്ചർമാരും
ഉൾപ്പെടും. അതുകൂടാതെ വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്ന സംഭവങ്ങളും പതിവാകുകയാണ്. എല്ലാ മേഖലയിലും വ്യാപകമായ കൃഷിനാശവും ഉണ്ടാക്കുകയാണ്. കർഷകന്റെ കണ്ണീരും നിലവിളിയുമാണ് ഈ മേഖലയിലെല്ലാം. ഗുരുതരമായ ഈ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് കൂടുതൽ ഫലപ്രദമായ പ്രതിരോധ മാർഗങ്ങളായ കിടങ്ങ് റെയിൽ ഫെൻസിംഗ്, ഹാങ്ങിംഗ് ഫെൻസിംഗ് എന്നിവയടക്കം സ്ഥാപിച്ചുകൊണ്ടും കൂടുതൽ വാച്ചർമാരുടെ സേവനം ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നും ഇപ്പോൾ കോതമംഗലം കേന്ദ്രീകരിച്ച് പുതുതായി പ്രഖ്യാപിച്ചിട്ടുള്ള RRT യൂണിറ്റിന്റെ പ്രവർത്തനം വേഗത്തിൽ ആരംഭിക്കണമെന്നും RRTയുടെയും എമർജൻസി ഓപ്പറേഷൻ സെന്ററിന്റെയും പ്രവർത്തനം വേഗത്തിലും കാര്യക്ഷമമായും നടപ്പിലാക്കണമെന്നും MLA നിയമസഭയിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളടങ്ങുന്ന സോൺ 20യുടെ അർദ്ധവാർഷിക സമ്മേളനം അശ്വമേധം കൂത്താട്ടുകുളം ബ്രായോ കൺവെൻഷൻ പാർക്കിൽ നടന്നു. 26 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JCI വഴുത്തലയാണ് മിഡ് ഇയർ കോൺഫറൻസ് അണിയിച്ചൊരുക്കിയത്. ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തു. റീജിയണൽ ചെയർമാൻ ശ്രീജിത്ത് TR അധ്യക്ഷത വഹിച്ചു. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളടങ്ങുന്ന സോൺ 20യുടെ അർദ്ധവാർഷിക സമ്മേളനം അശ്വമേധം 2024 എന്ന പേരിൽ കൂത്താട്ടുകുളം ബ്രായോ കൺവെൻഷൻ പാർക്കിൽ നടന്നു. 26 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JCI വഴുത്തലയാണ് JCI ഇന്ത്യ സോൺ 20ക്ക് വേണ്ടി ഈ മിഡ് ഇയർ കോൺഫറൻസ് അണിയിച്ചൊരുക്കിയത്. ഗോവ സംസ്ഥാനത്തിന്റെ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തു. ലോകത്തിലെ തന്നെ 124 രാജ്യങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന ഏറ്റവും വലിയ യുവജന സേവന പ്രസ്ഥാനമാണ്. എൻ്റെ 3 ജില്ലകൾ ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ. അതിൻ്റെ അർദ്ധവാർഷിക മിഡ് കോൺഫറൻസാണ് ഇവിടെ നടക്കുന്നത്. തീർച്ചയായും ഈ 3 ജില്ലകളിൽ നിന്നുള്ള ആളുകൾ, ഇത്രയും ആളുകൾ പങ്കെടുത്തിരിക്കുന്നു. നിങ്ങളുടെയൊക്കെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കർമ്മകുശലതയുടെ പ്രതിബിംബങ്ങളെ കാണാൻ സാധിക്കുന്നു. തീർച്ചയായും മുന്നോട്ട് പോവുക. അശ്വമേധം മുന്നോട്ട് പോകേണ്ട പ്രയാണത്തിൻ്റെ ചിഹ്നമാണ്. വരുന്ന ഒരു കൊല്ലക്കാലം അശ്വമേധത്തിൻ്റെ ജൈത്രയാത്ര നടത്താൻ ഈ മഹാപ്രസ്ഥാനത്തിനും നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോട്, ആശംസയോടെ ഞാൻ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. റീജിയണൽ ചെയർമാൻ ശ്രീജിത്ത് TR അധ്യക്ഷനായി. സോൺ പ്രസിഡന്റ് അരുൺ ജോസ്, സോൺ വൈസ് പ്രസിഡന്റുമാരായ നിമ്മി ജോർജ്, എൽദോ ജോൺ കാട്ടൂർ, മെജോ ജോൺസൺ, വിനു നാരായണൻ, സൂരജ് വെളയിൽ, സയോൺ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ചിദംബരം S പൊതുവാൾ, യുവ സാഹിത്യകാരൻ അഖിൽ P ധർമ്മജൻ, ശ്രീധരിയും ആയുർവേദ നേത്ര ഹോസ്പിറ്റലിന്റെ ഡയറക്ടർ ഡോക്ടർ ശ്രീകാന്ത് P നമ്പൂതിരി, കോയിൻ വൺ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ രാജേഷ് KR, റോയൽ ഓഫ് ഫർണിച്ചർ കോട്ടയം, തിരുവനന്തപുരം ഷോറൂമുകളുടെ മാനേജിംഗ് ഡയറക്ടർ ദിയ സുബിൻ, സാമൂഹ്യ പ്രവർത്തകൻ സാൻഡി തടത്തൽ എന്നിവരെ അവാർഡുകൾ നൽകി ആദരിച്ചു. മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ലോക്കൽ ഓർഗനൈസേഷനുകൾക്ക് അവാർഡുകൾ വിതരണം ചെയ്തു. ബിജു ചാക്കോ, ഫ്രാൻസിസ് ആൻഡ്രൂസ്, ശ്രീജിത്ത് ശ്രീധർ, മെൽബിൻ ഡൊമിനിക്, അനി KR, സന്തോഷ് MG എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വഴുത്തല. മുള്ളരിങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 പ്രവേശനോത്സവം നടത്തി. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു MA ഉപഹാരങ്ങൾ നൽകി വിദ്യാർത്ഥികളെ സ്വീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈനി റെജി ചടങ്ങിന്റെ ഉദ്ഘാടനവും തൃക്കാക്കര ഭാരത് മാതാ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ജോൺസൺ KM മുഖ്യപ്രഭാഷണവും നടത്തി. മുള്ളരിങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 പ്രവേശനോത്സവം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി റെജി ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു MA ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. തൃക്കാക്കര ഭാരത് മാതാ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ജോൺസൺ KM മുഖ്യപ്രഭാഷണം നടത്തി. ഞാൻ എന്താകണം എന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ പോയാൽ അവിടെ 8ാം ക്ലാസ്സിൽ PSC പരീക്ഷയ്ക്കുള്ള പ്രിപ്പറേഷൻ തുടങ്ങും. 8ാം ക്ലാസ്സാണ് എല്ലാ തരത്തിലുള്ള ജീവിത ലക്ഷ്യങ്ങളുടെയും തുടക്കം വയ്ക്കേണ്ട സമയം. നമ്മളതുകൊണ്ട് ലേറ്റാണ്. ഒരു പക്ഷേ ഇടുക്കി ജില്ലയിലും നമ്മളെ പോലുള്ള മുള്ളരിങ്ങാട് പോലുള്ള സ്ഥലങ്ങളിലുള്ള കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഒരു പക്ഷേ അത്തരത്തിലുള്ള ഒരു എക്സ്പോഷർ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് അത്തരത്തിലുള്ള ഒരു ഓറിയന്റേഷൻ കിട്ടാതെ പോകുന്നത്. അപ്പോൾ കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലുള്ള ആളുകളാണ് നമ്മളുടെ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിലെ മിക്കവാറും ജോലിക്കാരെല്ലാം പ്രധാനമായിട്ടും ആ ജില്ലക്കാരാണ്. കാരണം 8ാം ക്ലാസ്സിൽ അവർ PSC പരീക്ഷയ്ക്ക് ഒരുങ്ങി തുടങ്ങും, കോച്ചിങ് തുടങ്ങും.
സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീകുമാർ KP, PTA പ്രസിഡന്റ് ജോമോൻ VJ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രവി KK, വാർഡ് മെമ്പർ മായ ശിവദാസ്, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രതിനിധി സജി പൗലോസ്, PTA വൈസ് പ്രസിഡന്റ് സോബിൻ, SPG കൺവീനർ സുധാകരൻ MS, അധ്യാപകരായ ബിജു KV, അഭിലാഷ് MV, സുനിത KS, സ്കൂൾ ലീഡർ ആഗ്നസ് ബിനു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. തൊടുപുഴയിൽ CPI മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വഴുത്തല ഭാസ്കരൻ അനുസ്മരണം നടത്തി. തൊടുപുഴ ടൗൺ ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം കൃഷിമന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ കൗൺസിൽ അംഗം PP ജോയ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി K. സലീംകുമാർ, സംസ്ഥാന കൗൺസിൽ അംഗം KK ശിവരാമൻ, CPI ജില്ലാ കൗൺസിൽ അംഗങ്ങളായ മുഹമ്മദ് അഫ്സൽ, മാത്യു വർഗീസ് എന്നിവർ സംസാരിച്ചു. ലാളിത്യവും സമർപ്പണവും കൊണ്ട് തൊടുപുഴയുടെ മനസ്സ് നിറച്ച വഴുത്തല ഭാസ്കരന്റെ ഓർമ്മകൾ സ്നേഹപൂക്കളായി പെയ്തിറങ്ങി. പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും വേണ്ടി ഒരു പുരുഷായുസ് മുഴുവൻ പ്രവർത്തിച്ച ആ ഉത്തമ കമ്മ്യൂണിസ്റ്റുകാരന്റെ 20ാം ചരമവാർഷിക ദിനം CPI തൊടുപുഴ മണ്ഡലം കമ്മിറ്റി ആചരിച്ചു. തൊടുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ ടൗൺ ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം കൃഷിമന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഈ മേഖലയിലെല്ലാമുള്ള കമ്മ്യൂണിസ്റ്റുകാർക്കും ജനങ്ങൾക്കും ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു പേരാണ് വഴുത്തല ഭാസ്കരൻ എന്നത്. രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ രംഗത്തേക്ക് വഴുത്തല ഭാസ്കരൻ എത്തിയതിനെ കുറിച്ചെല്ലാം പലരും നാം പറഞ്ഞിട്ടുണ്ട്. KK ശിവരാമനെ പോലെയുള്ളവർ അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോൾ അതിൻ്റെ ആഴവും പരപ്പും നമുക്ക് കൂടുതലായി ബോധ്യപ്പെടുകയും ചെയ്യും. പ്രതിസന്ധികളും പ്രയാസങ്ങളും എല്ലാം നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഭാസ്കരൻ എന്ന മനുഷ്യൻ കമ്മ്യൂണിസ്റ്റുകാരനായി തീരുന്നത്. CPI ജില്ലാ കൗൺസിൽ അംഗം PP ജോയ് അധ്യക്ഷനായി. മണ്ഡലം സെക്രട്ടറി VR പ്രമോദ് സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി K. സലീംകുമാർ, സംസ്ഥാന കൗൺസിൽ അംഗം KK ശിവരാമൻ, CPI ജില്ലാ കൗൺസിൽ അംഗങ്ങളായ മുഹമ്മദ് അഫ്സൽ, മാത്യു വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. PS സുരേഷ്, EK അജനാസ്, രജനി ഷിബു, KK രാജൻ തുടങ്ങിയവരും പങ്കെടുത്തു. തൊടുപുഴ താലൂക്കിൽ CPIയും AITUCയും കെട്ടിപ്പടുക്കുന്നതിൽ വഴുത്തല ഭാസ്കരന്റെ പങ്ക് നേതാക്കൾ അനുസ്മരിച്ചു. അങ്ങേയറ്റം ദുർഘടമായ സാഹചര്യങ്ങളിലും കമ്മ്യൂണിസ്റ്റുകാരനാകുക എന്ന വെല്ലുവിളി ഏറ്റെടുത്താണ് അദ്ദേഹം പാർട്ടി പ്രവർത്തനം തുടങ്ങിയത്. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായ നിർഭാഗ്യകരമായ പിളർപ്പിനെ തുടർന്ന് തൊടുപുഴയിൽ CPI നാമമാത്രമായപ്പോൾ ഒറ്റയാൾ പോരാട്ടത്തിലൂടെ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്തു. ഏതു സങ്കീർണമായ വിഷയങ്ങളും നർമ്മത്തിൽ പൊതിഞ്ഞ് അവതരിപ്പിക്കാനുള്ള അസാമാന്യ വൈഭവവും അനുസ്മരണ യോഗത്തിൽ പ്രതിപാദിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി ലയൺസ് ക്ലബിന്റെ 2024-2025 ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും കുടുംബസംഗമവും നടന്നു. വാഴത്തോപ്പ് പാപ്പൻസ് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ VS ജയേഷ് മുഖ്യാതിഥിയായിരുന്നു. നവനീത് സിബി മുഖ്യപ്രഭാഷണം നടത്തി. ഇടുക്കി ലയൺസ് ക്ലബിന്റെ 2024-25 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും കുടുംബസംഗമവും നടന്നു. വാഴത്തോപ്പ് പാപ്പൻസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ VS ജയേഷ് മുഖ്യാതിഥിയായിരുന്നു. നവനീത് സിബി മുഖ്യപ്രഭാഷണം നടത്തി. 90% നമ്മുടെ ഡിസ്ട്രിക്റ്റിലുള്ള ക്ലബ്ബുകളിലും പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ ആകുവാനായിട്ട് ആളുകളെ കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയൊരു ശ്രമകരമായ ഒരു ദൗത്യമാണ്. അതിൽ നിന്നൊരു വിഭിന്നമാണ് പ്രിയപ്പെട്ട ഇവിടെ തോമസ് സാർ പറഞ്ഞത്. അദ്ദേഹം കഴിഞ്ഞ വർഷം സ്വയം ഏറ്റെടുത്തതാണ്. അങ്ങനെ വരണം, അങ്ങനെയാണ് ലീഡേഴ്സ് വരേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ മെമ്പർഷിപ്പ്, നമ്മുടെ ഇന്റർനാഷണൽ വൈസ് പ്രസിഡന്റായ AP സിംഗ്ജി അടുത്ത വർഷം ഇന്റർനാഷണൽ പ്രസിഡന്റ് ആകുമ്പോൾ അദ്ദേഹം നമ്മുടെ മുമ്പിൽ വച്ചിട്ടുള്ള ടാർഗറ്റ് ലോകമെമ്പാടും കൂടി 1.5 ദശലക്ഷം അംഗങ്ങളാണ്. പുതിയ ഭാരവാഹികളായ KA ജോൺ പ്രസിഡന്റ്, PJ ജോസഫ് സെക്രട്ടറി, പയസ് ജോസഫ് ട്രഷററായി സ്ഥാനമേറ്റു. ലയൺസ് മുൻ ഭാരവാഹികളായ തോമസ് ഐസക്, KJ മാണി, റെജി ജോൺ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച് കഴിവ് തെളിയിച്ചവർക്കും ചടങ്ങിൽ ആദരം നൽകി.
ജോർജ് സജു, ജെയിൻ അഗസ്റ്റിൻ, സന്തോഷ് കുമാർ MS, KN മുരളി, ജോസ് കുഴിക്കണ്ടം, ഷിജോ തടത്തിൽ, KJ കുര്യൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. അത് നമ്മുടെ വീട്ടിലുള്ള ഓരോ ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കട്ടപ്പന നഗരം അതിഥി തൊഴിലാളികൾ കൈയടക്കുന്നു. ഞായറാഴ്ച ദിവസങ്ങളിലും മറ്റ് അവധി ദിവസങ്ങളിലും കട്ടപ്പന ടൗണിലേക്കും ബസ് സ്റ്റാൻഡിലേക്കും യാത്രക്കാർക്കും പ്രദേശവാസികൾക്കും എത്താൻ കഴിയാത്ത അവസ്ഥയാണ്. ഞായറാഴ്ച അടക്കമുള്ള അവധി ദിനങ്ങൾ കട്ടപ്പനയിലെ നഗരവീഥികളിൽ അതിഥി തൊഴിലാളികൾ കൈയടക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ രാത്രി മയങ്ങുന്നതോടെ ലഹരിയുടെ ആസക്തിയാൽ പലരും നഗരത്തിൽ ഭീതി പരത്തുന്നു. നഗരത്തിന്റെ പ്രധാന കേന്ദ്രമായ പുതിയ ബസ് സ്റ്റാൻഡാണ് അതിഥി തൊഴിലാളികളുടെ പ്രധാന കേന്ദ്രം. വിവിധ സ്ഥലങ്ങളിൽ നിന്നും കടന്നുവരുന്ന തൊഴിലാളികൾ ബസ് സ്റ്റാൻഡിൽ തമ്പടിക്കുന്നത് മൂലം പൊതുജനങ്ങൾക്ക് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് കടക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത്. പലപ്പോഴും അമിതമായി ലഹരി ഉപയോഗിക്കുന്നവർ അക്രമാസക്തരാകുകയും ചെയ്യാറുണ്ട്. ബസ് സ്റ്റാൻഡിൽ ഉണ്ടാകുന്ന സംഭവവികാസങ്ങൾ പകർത്തുവാനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെയും ആക്രമണമുണ്ടായി. പോലീസ് ഉദ്യോഗസ്ഥരെ പെട്രോളിംഗ് മാത്രമാണ് പൊതുജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തുമ്പോൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് പിന്മാറുന്ന സാമൂഹ്യ വിരുദ്ധരായ അന്യസംസ്ഥാനക്കാർ പോലീസ് പോകുന്ന മുറയ്ക്ക് വീണ്ടും സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് തമ്പടിക്കുന്നു. പ്രാദേശികമായുള്ളവർ ദീർഘദൂര യാത്രയ്ക്കായി കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ എത്തിയാൽ ദുരനുഭവം തന്നെയാണ് ഓരോ യാത്രക്കാരനെയും കാത്തിരിക്കുന്നത്. സ്റ്റാൻഡിൽ ഉൾപ്പെടെ തമ്പടിച്ച് സ്വൈര്യജീവിതത്തിന് ഭീഷണിയാകുന്നവർക്കെതിരെ നഗരസഭയുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ ഇടപെടൽ ഉണ്ടാകുന്നില്ല. എല്ലാം കണ്ടില്ലെന്ന് നടിക്കുന്ന നഗരസഭ അധികൃതർക്കെതിരെ പ്രതിഷേധവും ശക്തമാവുകയാണ്. ആലക്കോട് പഞ്ചായത്തിൽ പുതിയ പാറമടകൾ ആരംഭിക്കുന്നതിനെതിരെ പബ്ലിക് ഹിയറിംഗിൽ വ്യാപക പ്രതിഷേധം. എബ്രഹാം അഗസ്റ്റിന്റെ നിർദ്ദിഷ്ട ഗ്രാനൈറ്റ് ബിൽഡിംഗ് സ്റ്റോൺ ക്വാറിയുടെ പരിസ്ഥിതി ആഘാത പഠനവും പബ്ലിക് ഹിയറിംഗിലുമാണ് പ്രതിഷേധം ഉയർന്നത്. തലയനാട് ലൂർദ് മാതാ പള്ളി പാരിഷ് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച ഹിയറിംഗിൽ ഭൂരിപക്ഷം പേരും പാറമടയ്ക്ക് എതിരായ നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ ഒരു വിഭാഗം പാറമട വരുന്നതിന് അനുകൂല നിലപാടും സ്വീകരിച്ചു. നാട്ടിൽ തൊഴിലും വരുമാന വർധനവിനും ഇടയാക്കുമെന്നാണ് ഇവരുടെ അഭിപ്രായം. വൻ പോലീസ് സന്നാഹത്തിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഹിയറിംഗ് പൂർത്തിയായത്. തഹസിൽദാർ AS ബിജിമോൾ, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എഞ്ചിനീയർമാരായ രേഷ്മ രാജേന്ദ്രൻ, എബി എബ്രഹാം എന്നിവർ പങ്കെടുത്തു. ആലക്കോട് പഞ്ചായത്തിൽ പുതിയ പാറമടകൾ ആരംഭിക്കുന്നതിനെതിരെ പബ്ലിക് ഹിയറിംഗിൽ വ്യാപക പ്രതിഷേധം. കുണിഞ്ഞി സ്വദേശി അബ്രഹാം അഗസ്റ്റിന്റെ നിർദ്ദിഷ്ട ഗ്രാനൈറ്റ് ബിൽഡിംഗ് സ്റ്റോൺ ക്വാറിയുടെ പരിസ്ഥിതി ആഘാത പഠനവും പബ്ലിക് ഹിയറിംഗിലുമാണ് പ്രതിഷേധം ഉയർന്നത്. ഈ പാറമടയ്ക്ക് ഡയറക്ടർ ഓഫ് മൈനിങ് ആൻഡ് ജിയോളജിയുടെ ലെറ്റർ ഓഫ് ഇൻ കിട്ടിയിട്ടുള്ളതാണ്. തലയനാട് ലൂർദ് മാതാ പള്ളി പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച ഹിയറിംഗിൽ ഭൂരിപക്ഷം പേരും പാറമടയ്ക്ക് എതിരായ നിലപാടാണ് സ്വീകരിച്ചത്. ആലക്കോട് ഗ്രാമപഞ്ചായത്തിലാണ് മറ്റെല്ലാ സമീപ പഞ്ചായത്തുകളെക്കാൾ കൂടുതൽ ലങ്സ് രോഗികളുള്ളതും ലങ്സ് ക്യാൻസർ രോഗികളുള്ളത് എന്ന് വളരെ വ്യക്തമായ കാര്യമാണ്. ഈ പറഞ്ഞ കാരണങ്ങളാൽ ഇതിന് പാരിസ്ഥിതി അനുമതി ഒരു കാരണവശാലും നൽകാൻ പാടില്ല എന്ന് ഞാനും എന്റെ സംഘടനയും ഏകകണ്ഠമായിട്ട് ആവശ്യപ്പെടുന്നു. ആലക്കോട് പഞ്ചായത്തിലുള്ള ഏകദേശം പാടശേഖരങ്ങളിലെ ഏറ്റവും നമ്പർ 1 ആയിട്ട് പ്രവർത്തിക്കുന്നത് 5 പാടശേഖരമാണ്. ആ പാടശേഖരം ഇങ്ങനെ ഈ പാറമടയിൽ നിന്നുണ്ടാ വരുന്ന ഈ കെമിക്കലുകളെല്ലാം കയറി ഈ തണ്ണീർത്തടം മലിനമാകുന്നത് തടയാൻ. എനിക്കിത് പഠിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. അനുകൂലിക്കുന്നവർക്ക് അനുകൂലിക്കാവുന്നതാണ്, കുഴപ്പമില്ല. പാറമട നടത്തുന്നത് ശരിക്കും പാരമ്പര്യ കോളനിയിൽ മണ്ണെടുത്തിട്ടുണ്ടാക്കുന്ന വീടാണ്. അതൊരു 3 കൊല്ലം കഴിയുമ്പോൾ ഈ പറയപ്പെട്ട വ്യക്തികൾക്കൊന്നും ഒരു പരിഹാരം ഉണ്ടാകാൻ അന്ന് സാധിക്കുന്നു വരില്ല. ഒരു പാറമടകളുടെ പർദീസയാക്കി എടുക്കുകയാണ് ഇപ്പൊ പാറമട ലോബികളുടെ തീരുമാനം. അപ്പം ഒന്നില്ലെങ്കിൽ ഈ പഞ്ചായത്തിലെ മൊത്തം 6, 7, 8, 10 ആ വാർഡിലെ എല്ലാവരെയും ചിലപ്പോഴേക്ക് ഒഴിവാക്കി ഇടണം. എന്നിട്ട് അവർ തന്നെ മൊത്തം എടുത്തിട്ട് പൊട്ടിക്കുകയോ എന്തെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കും, ഞങ്ങളുടെ പിള്ളേരെ ജീവിക്കാൻ അനുവദിക്കും. ഇതിനു വേണ്ടി ധർണയും ഇതുമെല്ലാം നടത്തിയിട്ടാണ് ഈ റോഡുകൾ നന്നാക്കുന്നത്. അതുപോലെ തന്നെ പഞ്ചായത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ ആളുകൾക്കും ധനസഹായം നൽകുന്നത് പാറമടയാണെങ്കിൽ പിന്നെ ഇവിടെ ഒരു ഗവൺമെന്റിന്റെയും ഒരു പഞ്ചായത്തിന്റെയും ആവശ്യമില്ല. പാറമട മാത്രം നടക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. എന്നാൽ ഒരു വിഭാഗം പാറമട വരുന്നതിന് അനുകൂല നിലപാടും സ്വീകരിച്ചു. നാട്ടിൽ തൊഴിലും വരുമാന വർധനവിനും ഇടയാക്കുമെന്നാണ് ഇവരുടെ അഭിപ്രായം. ഈ പാറമട അവിടെ വന്നം, ഈ പാറമട കൊണ്ട് അവർക്ക് അവിടെ ഒരു പ്രശ്നമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്.
നല്ല നല്ല പ്രസ്ഥാനങ്ങൾ വന്ന് നാട്ടിൽ നല്ല സമ്പൽ സമൃദ്ധി ഉണ്ടാകുകയും അത് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുകയും ചെയ്യുന്നതിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയാണ്, അതിനുള്ള ആഗ്രഹമുള്ള ആൾക്കാരാണ് ഏറെക്കുറെയും കൂടുതലായി ഇവിടെ എത്തിയിരിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. ഇതുവരെയും ചികിത്സിക്കാനും പൈസ തന്ന് സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാറമടക്കാരെ ഒഴിവാക്കി വിട്ടാൽ അനേകർ ആത്മഹത്യാ വഴിയിൽ എത്തിപ്പോകും എന്ന് ഈ പാറമടയിലെ വെള്ളം കാരണം ഇതുവരെ എനിക്കൊരു കൃഷിനാശം ഉണ്ടായിട്ടില്ല. കൃഷി ഈ സതീശന് കൃഷി ചെയ്യാൻ പറ്റിയാലെന്ന് പറഞ്ഞ് സതീശൻ്റെ കണ്ടം വരെ ഞാനാണ് ഇപ്പം കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ അഞ്ചിരി പാടശേഖരത്ത് 4 ഏക്കർ കണ്ടം ഞാൻ പാട്ടത്തിന് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഇതുവരെ എനിക്ക് ഈ പാടശേഖരത്തിലെ വെള്ളം കാരണം ഒരു നഷ്ടവും എനിക്കുണ്ടായിട്ടില്ല. അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് പരിസ്ഥിതിക്ക് പ്രശ്നമില്ലാതെ, ജനങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് പ്രശ്നമില്ലാതെ എല്ലാ നിയമങ്ങളും പാലിച്ചു വരുന്ന കോറികൾ പ്രവർത്തിപ്പിക്കുന്നത് നല്ലതാണ്. അത് നാടിനും രാജ്യത്തിനും വളരെ പ്രയോജനമായ കാര്യമാണ്. സർക്കാർ നിഷ്കർഷിക്കുന്ന എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് എന്നെ കഴിയാവുന്ന സാധാരണ നിങ്ങൾക്കറിയാം, ഒരു ഇൻഡസ്ട്രി തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രതിബന്ധങ്ങൾ എന്നാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പം തീർച്ചയായിട്ടും എന്നെ കഴിയാവുന്ന എല്ലാ നിയമ നടപടികളിലും സർക്കാരിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ പ്രസ്ഥാനം നിങ്ങൾ അനുവദിക്കുന്ന പക്ഷം ഞാൻ ഇവിടെ നടത്തും. തീർച്ചയായിട്ടും വൻ പോലീസ് സന്നാഹത്തിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഹിയറിംഗ് പൂർത്തിയായത്. പഞ്ചായത്തും ഗ്രാമസഭയും പാറമടയ്ക്കെതിരാണ്. പുതിയ പാറമടകൾ വരുന്നതിനെതിരെ പഞ്ചായത്ത് പ്രമേയം പാസാക്കി സർക്കാരിൽ സമർപ്പിച്ചിട്ട് 6 മാസം കഴിഞ്ഞു. 6ാം വാർഡ് ഗ്രാമസഭയും പ്രമേയം പാസാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെയാണ് വീണ്ടും പുതിയ പാറമടകൾ തുടങ്ങാൻ നീക്കം നടക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. പുതിയ ക്വാറിക്കുള്ള അപേക്ഷയിൽ ഹിയറിംഗ് നടത്തി അതിന്റെ മിനിറ്റ്സ് തയ്യാറാക്കി സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന് കൈമാറുന്ന നടപടിയാണ് പൂർത്തിയായത്. അനുകൂലിച്ചും എതിർത്തും അഭിപ്രായങ്ങളും നിവേദനങ്ങളും ലഭിച്ചിട്ടുണ്ടെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. തഹസീൽദാർ AS ബിജിമോൾ, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എഞ്ചിനീയർമാരായ രേഷ്മ രാജേന്ദ്രൻ, എബി എബ്രഹാം എന്നിവർ ഉൾപ്പെടെ 290 പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ആലക്കോട്. തൊടുപുഴയിലെ സംഘപരിവാർ സംഘടനകളുടെ ആദ്യകാല പ്രവർത്തകനായിരുന്ന പൂഞ്ചേരിൽ നീലകണ്ഠൻ നായരെ അനുസ്മരിച്ചു. കാഞ്ഞിരമറ്റം ഉമാമഹേശ്വര ഹാളിൽ BJP തൊടുപുഴ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റും തൊടുപുഴ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ PG രാജശേഖരന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുസ്മരണ സമ്മേളനത്തിൽ BJP മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം സന്തോഷ് അറക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. കഴിഞ്ഞ ദിവസം അന്തരിച്ച തൊടുപുഴയിലെ സംഘപരിവാർ സംഘടനകളുടെ ആദ്യകാല പ്രവർത്തകനായിരുന്ന ചെല്ലപ്പാണൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പൂഞ്ചേരിൽ നീലകണ്ഠൻ നായരെ അനുസ്മരിച്ചു. കാഞ്ഞിരമറ്റം ഉമാമഹേശ്വര ഹാളിൽ BJP തൊടുപുഴ നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റും തൊടുപുഴ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ PG രാജശേഖരന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുസ്മരണ സമ്മേളനത്തിൽ BJP മുൻ സംസ്ഥാന സമിതി അംഗം സന്തോഷ് അറക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 1977 കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉപേക്ഷിച്ച് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിലേക്ക് കടന്നുവന്ന ചെല്ലപ്പാണന്റെ നേതൃത്വത്തിലായിരുന്നു കാഞ്ഞിരമറ്റത്ത് ശാഖാ പ്രവർത്തനം ആരംഭിച്ചത്. ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് മോസ്കോ എന്നറിയപ്പെട്ടിരുന്ന കാഞ്ഞിരമറ്റത്ത് മറ്റൊരു സംഘടനാ പ്രവർത്തനവും അനുവദിക്കാതിരുന്ന അവസ്ഥയായിരുന്നു നിലനിന്നിരുന്നത്. ആ കാലഘട്ടത്തിൽ അത്തരം പ്രതിലോമ പ്രവർത്തനങ്ങളെ വെല്ലുവിളിച്ച് അവിടുത്തെ യുവാക്കളെ സംഘടിപ്പിച്ച് സംഘടനാ പ്രവർത്തനം ആരംഭിച്ച ആളായിരുന്നു ചെല്ലപ്പാണൻ എന്ന് യോഗം അനുസ്മരിച്ചു. ആ പോരാട്ട വീര്യം ജീവിതകാലം മുഴുവൻ കാത്തു സൂക്ഷിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു. രാഷ്ട്രീയ സ്വയംസേവക സംഘം വിഭാഗ് സേവാ പ്രമുഖ് PR ഹരിദാസ്, ഖണ്ഡ് സംഘചാലക് സുരേഷ് ബാബു, BJP പരിസ്ഥിതി സെൽ സംസ്ഥാന കോ കൺവീനർ MN ജയചന്ദ്രൻ, ബാലഗോകുലം മുൻ ജില്ലാ അധ്യക്ഷൻ PK രവീന്ദ്രനാഥ്, കാഞ്ഞിരമറ്റം ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് KS വിജയൻ, BJP സംസ്ഥാന കൗൺസിൽ അംഗം PR വിനോദ്, തൊടുപുഴ നിയോജകമണ്ഡലം പ്രസിഡന്റ് ശ്രീകാന്ത് കാഞ്ഞിരമറ്റം, BMS മേഖലാ സെക്രട്ടറി സുരേഷ് കണ്ണൻ, വിശ്വഹിന്ദു പരിഷത്ത് ജില്ലാ സെക്രട്ടറി ഗോപി പഴുക്കാകുളം തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് നടന്ന പുഷ്പാർച്ചനയ്ക്ക് BJP മധ്യമേഖലാ ജനറൽ സെക്രട്ടറി ബിനു J കൈമൾ, തപസ്യ സംസ്ഥാന സമിതി അംഗം VK ബിജു, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ജില്ലാ കാര്യകർത്താക്കളായ സന്തോഷ് ബാബു, രജീഷ് കുമാർ, കൗൺസിലർ ജിതേഷ് ഇഞ്ചക്കാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. KRDSA ഇടുക്കി ജില്ലാ കൺവെൻഷൻ നടത്തി. പൈനാവ് AITUC ഹാളിൽ ചേർന്ന കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കൺവെൻഷൻ സംസ്ഥാന സെക്രട്ടറി A ഗ്രേഷ്യസ് ഉദ്ഘാടനം ചെയ്തു. കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ആൻസ് ജോൺ അധ്യക്ഷത വഹിച്ചു. റവന്യൂ വകുപ്പിലെ ജോലിഭാരം ലഘൂകരിക്കുന്നതിനും കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമായി വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, വില്ലേജ് ഓഫീസർ തസ്തികകൾ അപ്ഗ്രേഡ് ചെയ്യുന്നതിനും 50% VFA തസ്തികകൾ പദവി ഉയർത്തി വില്ലേജ് ഓഫീസുകളിൽ ഫ്രണ്ട് ഓഫീസ് സംവിധാനം രൂപീകരിച്ച് വില്ലേജ് അസിസ്റ്റന്റ് തസ്തികയിൽ നിയമിക്കുന്നതിനും ജോലിഭാരത്തിനും ജോലിയുടെ പ്രാധാന്യവും പ്രത്യേകതയും ഉത്തരവാദിത്വവും പരിഗണിച്ച് പദവി ഉയർത്തുന്നതിനും നടപടികൾ സ്വീകരിക്കണമെന്നും KRDSA ഇടുക്കി ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു.
ജീവനക്കാർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് മുമ്പൊരിക്കലും ഇത്രയധികം കാലതാമസം വരുത്തിയിട്ടില്ല. സംസ്ഥാന ഗവൺമെന്റിന്റെ കഴിഞ്ഞ 3 വർഷത്തെ ഭരണ നടപടികളിൽ സാമ്പത്തിക പ്രതിസന്ധികളുടെ പേര് പറഞ്ഞ് അർഹമായ ആനുകൂല്യങ്ങൾ നിരന്തരം നിഷേധിക്കപ്പെട്ട ജീവനക്കാർക്കും കുടുംബാംഗങ്ങൾക്കും ഉണ്ടായിരിക്കുന്ന അസംതൃപ്തിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. 12ാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, ക്ഷാമബത്ത കുടിശ്ശിക നൽകുക, ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകുക, അഷ്വേർഡ് പെൻഷൻ പദ്ധതി പ്രഖ്യാപിക്കുക, മെഡിസബ് ക്യാഷ്ലെസ് ചികിത്സ ഉറപ്പാക്കുക, കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ജൂലൈ 1-ാം തീയതി ഇടുക്കി ജില്ലയിൽ തൊടുപുഴ സിവിൽ സ്റ്റേഷന് മുമ്പിൽ നടത്തുന്ന മാർച്ചും ധർണയും വിജയിപ്പിക്കണമെന്നും മാർച്ചിലും ധർണയിലും ജില്ലയിലെ മുഴുവൻ റവന്യൂ ജീവനക്കാരും പങ്കാളികളാകണമെന്നും പൈനാവ് AITUC ഹാളിൽ ചേർന്ന കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി A. ഗ്രേഷ്യസ് പറഞ്ഞു. സർവീസിൽ നിന്ന് ശമ്പളത്തോടുകൂടി പഠിക്കുക നടക്കുന്ന കാര്യമാകുന്ന സാധ്യമാകുന്ന കാര്യമാണോ അവർ ചർച്ച ചെയ്തു. നാം പോരാട്ടം തുടർന്നു. ആ പോരാട്ടം തുടരുന്നതിന്റെ ഭാഗമായിട്ടാണ് റവന്യൂ പുനഃസംഘടന എന്തിന് എങ്ങനെ എന്നുള്ള ലഘുലേഖ പബ്ലിഷ് ചെയ്തുകൊണ്ട് നാം ആ പോരാട്ടം തുടർന്നു. ആ ഒന്നായ റവന്യൂ വകുപ്പിനുള്ളിൽ നാം മനസ്സിലാക്കുന്ന 89-ൽ ഒന്നായ റവന്യൂ വകുപ്പിനുള്ളിൽ പിന്നീട് നിയമനങ്ങൾ അസാധ്യമായി. സീനിയോറിറ്റി പട്ടികയെ കുറിച്ച് തർക്കങ്ങളുണ്ടായി. നമ്മുടെ മുന്നിലുള്ള അനുഭവം 91-ൽ 89-ൽ ഇന്റഗ്രേഷന് ശേഷം 99 വരെ ആ നിയമനത്തെ സംബന്ധിച്ചുള്ള തർക്ക വിതർക്കങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഈ കേരളത്തിൽ അതിനുശേഷം വീണ്ടും കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ആൻസ് ജോൺ അധ്യക്ഷത വഹിച്ചു. സംഘടനയുടെ ജില്ലാ സെക്രട്ടറി DK സജിമോൻ സ്വാഗതം പറഞ്ഞു. കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം T. ബിനിൽ, സംഘടനയുടെ വനിതാ കമ്മിറ്റി സെക്രട്ടറി B. സുധർമ്മകുമാരി, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ B. ശ്രീകുമാർ, R. ബിജുമോൻ, ജോയിന്റ് കൗൺസിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി KA രതീഷ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ചാലാശ്ശേരി കുരിശിങ്കൽ ഭാഗത്ത് PWD ശേഖരിച്ചിരുന്ന മണ്ണ് രാത്രിയുടെ മറവിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് റോഡ് നിർമ്മാണ ആവശ്യത്തിനായി മാറ്റിയെന്ന് പൗരസമിതിയുടെ ആരോപണം. വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തി ടിപ്പറും JCBയും പിടിച്ചെടുത്തെന്നും എന്നാൽ PWD അധികൃതർ ഇതുവരെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ലെന്നും അവർ പറഞ്ഞു. ഇതോടെ PWD AEയും ഓവർസിയറും ചേർന്ന് സ്വകാര്യ വ്യക്തിക്ക് മണ്ണ് മറിച്ചുവിറ്റതാണെന്ന സംശയം ബലപ്പെട്ടെന്നും പൗരസമിതി വ്യക്തമാക്കി. വിഷയത്തിൽ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നിയമത്തിന്റെ സഹായം തേടുമെന്നും അറിയിച്ചു. നിർമ്മാണത്തിലിരിക്കുന്ന ആർപ്പാമറ്റം ചാലാശ്ശേരി കരിമണ്ണൂർ റോഡിൽ പല സ്ഥലങ്ങളിലായി PWD മണ്ണ് സൂക്ഷിച്ചിട്ടുണ്ട്. റോഡ് പണിക്ക് ആവശ്യമായ മണ്ണ് ഉപയോഗിച്ച ശേഷം ബാക്കിയുള്ളവ ലേലം ചെയ്തു കൊടുക്കുമെന്നായിരുന്നു അധികൃതർ പറഞ്ഞിരുന്നത്. എന്നാൽ രാത്രിയുടെ മറവിൽ ചാലാശ്ശേരി കുരിശിങ്കൽ ഭാഗത്ത് PWD ശേഖരിച്ചിരുന്ന മണ്ണ് സ്വകാര്യ വ്യക്തി തന്റെ പറമ്പിലേക്ക് റോഡ് നിർമ്മിക്കുന്നതിനായി മാറ്റി. മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട് യാതൊരു രേഖകളും ഉണ്ടായിരുന്നില്ല. അതിലെ ഒഴുകുന്ന തോടിന് തടസ്സവുമാണത്. വിവരമറിഞ്ഞ പോലീസ് സ്ഥലത്തെത്തി ടിപ്പറും JCBയും പിടിച്ചെടുത്തിരുന്നു. എന്നാൽ PWD അധികൃതർ ഇതുവരെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. അതിനാൽ തന്നെ ഇയാൾ മണ്ണ് മോഷ്ടിച്ചതാണോ അതോ PWD AEയും ഓവർസിയറും ചേർന്ന് മണ്ണ് സ്വകാര്യ വ്യക്തിക്ക് മറിച്ചുവിറ്റതാണോ എന്ന് സംശയമുണ്ടെന്നും പൗരസമിതി ആരോപിച്ചു. PWD അധികാരികൾ സംഭവം അറിഞ്ഞതായി പോലും ഭാവിക്കുന്നില്ല. ഇതിനെതിരെ അന്വേഷണം വേണമെന്നും ശക്തമായ നടപടിയെടുക്കണമെന്നും മാറ്റിയ മണ്ണ് തിരികെ കൊണ്ടിടണമെന്നും പൗരസമിതി ആവശ്യപ്പെട്ടു. അല്ലാത്ത പക്ഷം നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും ഇവർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മഴക്കാലമായിട്ടും വഴിയോരങ്ങളിൽ പനനൊങ്കിന്റെ പ്രാധാന്യം കുറയാതെ വിപണി തുടരുന്നു. തമിഴ്നാട്ടിൽ നിന്നും എത്തിക്കുന്ന പനനൊങ്ക് വ്യാപാരമാണ് കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിൽ ഇപ്പോഴും വിപണി തുടരുന്നത്. ശരീരത്തിന് തണുപ്പേകുന്നതിനൊപ്പം പലതരം രോഗങ്ങൾക്കും ഔഷധമായ പനനൊങ്കിന്റെ ആവശ്യക്കാരായി സ്വദേശികൾക്കൊപ്പം വിദേശികളും എത്തുന്നതോടെ പനനൊങ്കിന്റെ വഴിയോര വിപണി തുടരുകയാണ്. BBC ന്യൂസിന് വേണ്ടി VR വിജയൻ തയ്യാറാക്കിയ സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക്. വേനൽക്കാലത്ത് കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയോര വിപണിയിൽ സജീവമാവുന്ന പനനൊങ്ക് വ്യാപാരം മഴക്കാലം ആരംഭിച്ചിട്ടും വിപണി തുടരുകയാണ്. വേനൽക്കാലത്ത് ശരീരം തണുപ്പിക്കുവാൻ പറ്റിയ വിവിധ ഫലവർഗ്ഗങ്ങൾ ലഭ്യമാണ്. ഇതിലൊന്നാണ് ഐസ് ആപ്പിൾ എന്ന ഇംഗ്ലീഷ് പേരിലുള്ള പനനൊങ്ക്. ശരീരം തണുപ്പിക്കാൻ മാത്രമല്ല വിവിധതരം പോഷകങ്ങളുടെ കലവറ കൂടിയാണ് പനനൊങ്ക്. ഇതിൽ വൈറ്റമിൻ A, B, C, അയൺ, സിങ്ക്, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവയും ഉൾപ്പെട്ടിട്ടുണ്ട്. വേനൽക്കാലത്ത് വരുന്ന ചിക്കൻ പോക്സ് പോലുള്ള അസുഖമുള്ളവർക്ക് കഴിക്കാവുന്ന ഒരു പ്രധാന ഫലവർഗ്ഗം കൂടിയാണിത്. ചെറിയൊരു പഴമാണെങ്കിലും ഏറെ പോഷകങ്ങൾ ഉള്ള ഒന്നാണിത്. കാർബോഹൈഡ്രേറ്റുകൾ, ഫൈറ്റോ ന്യൂട്രിയൻറ്റുകൾ, കാൽസ്യം, ഫൈബർ,
പ്രോട്ടീൻ, വൈറ്റമിൻ സി, എ, ഇ, കെ എന്നിവയും അടങ്ങിയതാണിത്. അയൺ, പൊട്ടാസ്യം, സിങ്ക്, ഫോസ്ഫറസ് എന്നിവയും ഇതിലുണ്ട്. ജലാംശം ഏറെ അടങ്ങിയ ഇത് വേനൽക്കാലത്ത് മാത്രമല്ല ഏത് കാലത്തും കഴിക്കാവുന്ന സൂപ്പർ ഫ്രൂട്ടാണ്. ഇതിന്റെ പ്രധാന ഗുണം ശരീരവും വയറും തണുപ്പിക്കുക എന്നത് തന്നെയാണ്. ഇത് ദഹനാരോഗ്യത്തിന് ഏറെ ഗുണം നൽകും. കൂടുതൽ ആരോഗ്യത്തിന് ഇതേറെ നല്ലതാണ്. നാരുകളാൽ സമൃദ്ധമാണ് ഈ ഫലം. മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾക്ക് ഏറെ നല്ലതുമാണ്. വയർ വന്ന് വീർക്കുന്നതിനും ദഹന സംബന്ധമായ രോഗങ്ങൾക്കുമെല്ലാം ഇത് ഗുണം നൽകും. ഇതുപോലെ തന്നെ ശരീരത്തിന് പ്രതിരോധശേഷി നൽകുന്ന ഒന്നുകൂടിയാണ് പനന്നൊങ്ക്. തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ നിന്നുമാണ് അധികമായി പനന്നൊങ്ക് വിപണനത്തിനായി ഇവിടെ എത്തിക്കുന്നത്. സ്വദേശികൾക്കൊപ്പം ദേശീയപാതയിലൂടെ കടന്നുപോകുന്ന വിദേശ വിനോദസഞ്ചാരികളും പനന്നൊങ്കിന്റെ രുചിയും ഗുണവും ആസ്വദിച്ചാണ് പോവാറ്. വളരെ രുചിയേറിയ ഈ ഫലം വളരെ ഇഷ്ടപ്പെട്ടുവെന്ന് തായ്ലൻഡ് സ്വദേശിനിയായ വനിത പറയുന്നു. തമിഴ്നാട്ടിൽ നിന്നും ഒരു പനന്നൊങ്കിന് 20 രൂപ നിരക്കിൽ എത്തിക്കുന്ന പനന്നൊങ്ക് 30 രൂപയ്ക്കാണ് ഇവിടെ വിൽപ്പന നടത്തുന്നത്. ഇതിനുള്ളിലെ ഭക്ഷ്യയോഗ്യമായ ഭാഗം വേർതിരിച്ചെടുത്ത് 10 പീസ് 100 രൂപയ്ക്കും വിൽപ്പന നടത്തിവരുന്നു. ഈ ഫലത്തെക്കുറിച്ച് പ്രദേശവാസി കൂടിയായ അധ്യാപകൻ എം രാമു വിവരിക്കുന്നു. ഈ നൊങ്ക് എന്ന് പറയുന്നത് പനങ്ങ എന്നാണ് പറയുന്നത്. ഈ നൊങ്ക് കിട്ടുന്നത് തിരുനെൽവേലി ഡിസ്ട്രിക്റ്റിൽ നിന്നാണ്. തിരുനെൽവേലി ഡിസ്ട്രിക്റ്റിൽ നിന്ന് കിട്ടുന്ന നൊങ്ക് നമ്മുടെ വണ്ടിപ്പെരിയാർ ഭാഗത്ത് മഴക്കാലമായിട്ടും മൺസൂൺ തുടങ്ങിയ ശേഷവും ഇവിടെ നെല്ലിമല കവലയിൽ സ്ഥിരം ഇവിടെ ഉണ്ട്. ഇതിന് നല്ല ഗുണം ചെയ്യുന്ന സാധനങ്ങളാണ് നൊങ്ക്. എന്താണെന്ന് വെച്ചാൽ ഉടനെ ചൂട് തൊട്ട് നല്ല ശരീരത്തിൻ്റെ വയറ്റിലൊക്കെ അസുഖങ്ങളൊക്കെ മാറ്റാനുള്ള നല്ല ഒരു ഔഷധ ഗുണമുള്ള ഒരു സാധനമാണ് ഈ പനങ്ങ. 3000 രൂപയോളം മുടക്കി ഇവിടെ വിപണിക്കായി എത്തിക്കുന്ന പനന്നൊങ്കിന്റെ വിപണനത്തിൽ പണിക്കൂലിയും മറ്റു ചിലവുകളും അവശേഷിക്കെ ഒരു ദിവസം 500 രൂപ മാത്രമാണ് ലഭിക്കുന്നതെന്നാണ് വ്യാപാരികൾ പറയുന്നത്. എന്തായാലും വേനൽക്കാലങ്ങളിൽ വഴിയോരങ്ങളിൽ കണ്ടുവരുന്ന പനന്നൊങ്ക് വിപണി മഴക്കാലത്തും തുടരുന്നത് ഈ ഫലത്തിന്റെ രുചിയും ഗുണഗണങ്ങളും ലഭിക്കുന്നതിന് കാരണമാവുന്നതായാണ് പനന്നൊങ്ക് വാങ്ങുവാൻ എത്തുന്നവർ പറയുന്നത്. BBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബാങ്കിംഗ് പ്രവർത്തനം നിർത്തിവെച്ച തൊടുപുഴ അർബൻ ബാങ്ക് ഇനിയും തുറന്നു പ്രവർത്തിക്കാൻ കഴിയാത്തത് ബാങ്ക് ചെയർമാൻ VV മത്തായിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ അഴിമതിയും കെടുകാര്യസ്ഥയും മൂലമാണെന്ന് UDF നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. കോതമംഗലം നിയോജക മണ്ഡലത്തിലെ മനുഷ്യ വന്യമൃഗ സംഘർഷം ലഘൂകരിക്കുന്നതിന് വനംവകുപ്പ് നിരവധി പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരുന്നതായി മന്ത്രി AK ശശീന്ദ്രൻ. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ അർദ്ധവാർഷിക സമ്മേളനം അശ്വമേധം കൂത്താട്ടുകുളം ബ്രായോ കൺവെൻഷൻ പാർക്കിൽ നടന്നു. ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻ പിള്ള കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തു. മുള്ളരിങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 പ്രവേശനോത്സവം നടത്തി. വണ്ടപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു MA ഉപഹാരങ്ങൾ നൽകി. തൊടുപുഴയിൽ CPI മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വഴുത്തല ഭാസ്കരൻ അനുസ്മരണം നടത്തി. തൊടുപുഴ ടൗൺ ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം കൃഷിമന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.